ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികളൊക്കെ വിശക്കുന്നു എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും നമ്മളൊന്ന് വറുത്തിട്ട് വേണം ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു മണം വന്ന് തുടങ്ങുന്നവരേക്കും ഒന്ന് വറുത്തെടുക്കും. റവ കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പാൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു പകുതി ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ തോരനൊക്കെ അരിയുന്ന പോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും. അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റും റവയും ഈ പാലിൽ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരേക്കും നമുക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു അളവിൽ നമുക്ക് 1 കപ്പ് അളവിലാണ് പോറിഡ്ജ് ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചിട്ട് അളവും കൂട്ടി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിക്കുമ്പോഴത്തേക്കും റവയും ക്യാരറ്റും ഒക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നോളും. ആ ഒരു സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു 5 മിനിറ്റിൽ തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പോറിഡ്ജ് ആണ്. അപ്പൊ എന്തായാലും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.